ഹലോ ഗൈസ്, ഇതൊരു ഗൂഢാലോചനയുടെ കഥയാണ്. കാരണം കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം ഒരു രാത്രി 8 മണിയായപ്പോൾ ഡിവോൺ പറഞ്ഞു ഡിവോണിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന് ഒരു കേക്ക് വാങ്ങണം, നാളെ ബർത്ത്ഡേ ആണ്, അവൻ സ്ഥലത്തില്ല, സോ നമുക്ക് പോയി വാങ്ങി സെറ്റ് ചെയ്ത് നാളെ രാവിലെ അവനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഫുള്ള് പ്ലാനിങ് ആയിരുന്നു. കാരണം നമുക്ക് പോയി സർപ്രൈസ് കൊടുക്കണോ, അവർ എന്തെങ്കിലും സെറ്റ് ചെയ്ത് സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സർപ്രൈസ് ചെയ്ത് ചേച്ചീനെ വൈബാക്കണോ, ഇങ്ങനെ വേണ്ട ഇഷ്ടം പോലെ പ്ലാൻസ് ആയിരുന്നു. പിന്നെ ഫുള്ള് കാറിലിരുന്നിട്ട് എന്തായാലും ഫസ്റ്റ് തന്നെ മാംഗോ ബേക്കേഴ്സിൽ പോയി ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തു. കേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ വേണമെന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വൈബാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളാം, ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. പിന്നെ ഫുൾ ഓൺ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ബർത്ത്ഡേ ക്യാപ്പ്, കുറച്ച് മെഴുതിരി, പിന്നെ ആളുടെ ഒരു ഐഡിയ ആയിരുന്നു സ്നോൻ്റെ സ്പ്രേ വാങ്ങാമെന്ന്. നൈസായിട്ട് ഓൾഡ് ഐഡിയ ആണെങ്കിലും ആളുടെ ഒരു ആഗ്രഹമല്ലേ നടത്താമെന്ന് ഞാനും വിചാരിച്ചു. ഡിവോൺ എൻ്റെ പിന്നാലെ കിടന്ന് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെൻ്റെ കണ്ടൻ്റ് അല്ല, ഇത് അവരുടെ സർപ്രൈസാണ്, എന്തായാലും ഇതെൻ്റെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യില്ല, ഒരു ബർത്ത്ഡേ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്ക് എന്നൊക്കെ. കണ്ടൻറ്റ് ഏത് ഞാൻ ഈ ബർത്ത്ഡേ പ്രിപ്പറേഷൻ ഫുൾ ഇറക്കിയിട്ട് എന്നാൽ പിന്നെ എൻഡിങ്ങും കൂടി വേണ്ടേ, എന്നാൽ പിന്നെ ചേട്ടനെ വിളിച്ച് ഒന്നുകൂടെ പരിപാടി ഓണാക്കി അവർക്ക് ഞങ്ങൾ എൻ്റെ സർപ്രൈസ് കൊടുക്കാമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഇനിയാണ് എൻ്റെ കൊടൂര പ്ലാനിങ്. ചേച്ചിയുടെ വീട്ടിലാണ്. സോ ചേച്ചി രാവിലെ നേരത്തെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വരും. പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്ത് ചേച്ചീനെ പുറത്തേക്ക് ഇറക്കി നൈസായിട്ട് ഞങ്ങൾ ഡിക്കിയിൽ ഫുള്ള് ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് 2 ഉണ്ണികളുടെ കയ്യിലും ഒരു കുഞ്ഞു കൊട്ട കേക്കൊക്കെ കൊടുത്ത് ചേച്ചീനെ കൊണ്ട് ഹാപ്പി ബർത്ത്ഡേയുടെ കേക്ക് മുറിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ പ്ലാനിങ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലെത്തി. ഇപ്പോൾ ഞങ്ങൾ പോണത് ഡിവോണിൻ്റെ അനിയൻ്റെ വൈഫ് അനു. അവൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ അനുവിനും അമ്മമ്മേനെയും പിക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ എല്ലാ പ്ലാനിങ്ങും സെറ്റ് ചെയ്ത് ഇനി ഉറങ്ങി എണീറ്റ് നാളെ നേരത്തെ പോകണമെന്നുള്ള ഫുൾ പ്ലാനിങ്ങിൽ കാറിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മളുടെ അനു ഉണ്ടല്ലോ, ആ കേക്ക് എടുത്ത് മുറിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഡിവോഞ്ഞൻ്റെ ബർത്ത്ഡേയുടെ കേക്കല്ല, അത് മുറിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ വാശി പിടിക്കുന്നുണ്ട് അവളുടെ അടുത്ത്. അവളതൊന്നും കേൾക്കാണ്ട് നൈസായിട്ട് എന്നോട് കേക്ക് മുറിക്കാൻ. ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ കേക്കല്ല. പക്ഷേ അനു അതൊന്നും കേൾക്കുന്നില്ല. പക്ഷേ ഇതേ ചമ്മിയ മുഖത്തോടു കൂടി നിൽക്കുന്നത് എന്നെ കണ്ടില്ലേ, ഞാനാണ് ആക്ച്വലി ശശിയായത്. കാരണം അതെനിക്കുള്ള കേക്കായിരുന്നു. ഒരാഴ്ച മുമ്പേയുള്ള സർപ്രൈസ് ആണെങ്കിലും സർപ്രൈസ് കൊള്ളാം. ഞാനൊന്നും ഞെട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു മീ.